അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അംബിയാ മുർസലുകളാണ്. പിന്നീടാണ് മലായിക്കത്തിൻ്റെ സ്ഥാനം വരുന്നത്. എന്നാൽ ഈ സൃഷ്ടി വിഭാഗങ്ങളിലൊക്കെയും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാക്കളിലോ മലക്കുകളിലോ എന്തെങ്കിലും ഔന്നിത്യം നൽകപ്പെട്ടതായി നാം കാണുന്നുവെങ്കിൽ ആ ഔന്നിത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നേരത്തെ നൽകിയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അന്ത്യപ്രവാചകരെന്നാണ് വായിക്കുന്നത്. എന്നാൽ ആദ്യപ്രവാചകരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവ്വലു നബിയിൻ വ അവ്വലു റസൂലിൻ സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യത്തെ നബിയുമാണ്, ആദ്യത്തെ റസൂലുമാണ്. അവ്വലുൽ അംബിയാഇ വ ആഖിറുഹും. പ്രവാചകന്മാരിലെ പ്രഥമസ്ഥാനീയനും പ്രധാനിയും പരിസമാപ്തി കുറിക്കുന്നവനും ഞാനാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബിയുൽ അംബിയാഇ വ റസൂലുർ റുസുലി. അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളിലേക്കുമുള്ള പ്രവാചകനുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മറ്റുള്ള പ്രവാചകന്മാർ ഒന്നുകിൽ നിശ്ചിത മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായൊരു നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക്, അതുമല്ലെങ്കിൽ ഒരു ഖബീലയുടെ ഇതിവൃത്തങ്ങളിലേക്ക് ചുരുക്കപ്പെട്ട നിയോഗമാണ് മറ്റ് പ്രവാചകന്മാർക്കുള്ളത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകീയ നിയോഗം ലോകമാകമാനം വ്യാപിച്ച് വിശാലമായി കിടക്കുകയാണ്. മനുഷ്യരിലേക്ക് മാത്രമല്ല, മലക്കുകളിലേക്കും ജിന്നുകളിലേക്കും സർവ സൃഷ്ടികളിലേക്കും വ്യാപിച്ച് കിടക്കുകയാണ്. ഉർസിൽതു ഇലൽ ഖൽഖി കാഫ എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്.